പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭവനാങ്കണത്തിലും പരിസരത്തുമായിട്ട് ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്തൃദാസൻ വളരെ ശക്തമായി ഇവിടെ സുവിശേഷ പ്രഭാഷണം നടത്തി. മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്കും ആത്മീയ പ്രശ്നങ്ങൾക്കും വിടുതൽ നൽകാൻ കഴിയുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, ഒരു കർത്താവിനെ കുറിച്ച്, രക്ഷകനെ കുറിച്ച് ഇവിടെ പ്രകീർത്തിച്ചു. ടോൾസ്റ്റോയ് എന്ന പേരുള്ള വിഖ്യാതനായ ഒരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു. റഷ്യക്കാരനാണ്. റഷ്യൻ ഭാഷയിൽ വിശ്വപ്രസിദ്ധമായ കഥകൾ എഴുതിയിട്ടുള്ള, നോവലുകൾ എഴുതിയിട്ടുള്ള ആളാണ് ടോൾസ്റ്റോയ്. ടോൾസ്റ്റോയുടെ ഒരു കഥ ആറടി മണ്ണ് എന്നാണ് അതിൻ്റെ പേര്. ആറടി മണ്ണ്. ആ കാലത്ത് റഷ്യയിൽ ഭൂപ്രഭുക്കന്മാരായിരുന്നു എല്ലാം കൈവശമാക്കി വെച്ചിരുന്നത്. കമ്മ്യൂണിസത്തിന് മുമ്പാണ്. പ്രഭുക്കന്മാരുടെ വകയാണ് ഭൂമി മുഴുവൻ. അവരാർക്കെങ്കിലും സ്ഥലം കൊടുത്താൽ അവിടെ കൃഷി ചെയ്യാം. ഒരു ദരിദ്രനായ മനുഷ്യൻ ഭൂപ്രഭുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എനിക്ക് അല്പം സ്ഥലം തരണം. അദ്ദേഹം ചോദിച്ചു, നിനക്ക് എത്ര സ്ഥലം വേണം? നിനക്ക് വേണ്ടിയ സ്ഥലം മുഴുവൻ എടുത്തോളാൻ പറഞ്ഞു. ഇവിടെ നിന്ന് നാളെ രാവിലെ നീ വന്ന് നിനക്ക് വേണ്ടിയ സ്ഥലം ചുറ്റിപ്പിടിച്ചോണം. നീ ചുറ്റി വളഞ്ഞെടുക്കുന്ന സ്ഥലം മുഴുവൻ നിൻ്റെയാണ്, ഞാൻ നിനക്ക് തരികയാണ്. ഈ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റു ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെടുകയാണ്. പതുക്കെ കണ്ടാൽ കുറച്ച് സ്ഥലമുണ്ടെന്നുള്ളൂ, അതുകൊണ്ട് ഓടാൻ തുടങ്ങി. ഓടിയപ്പോഴും വളഞ്ഞാണ് ഓടുന്നത്. കൂടുതൽ സ്ഥലം വേണം. ഉച്ച കഴിഞ്ഞു. ഓട്ടം അവൻ അവസാനിപ്പിച്ചില്ല. കുറെ കൂടെ സ്ഥലം അവിടെ കിടപ്പുണ്ട്. എടുക്കാവുന്നത്ര എടുക്കുക. ഇന്ന് കിട്ടിയൊരു ചാൻസാണ്. അവൻ ഓടി 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 കിതച്ച് സന്ധ്യയായപ്പോൾ, സൂര്യാസ്തമനമായപ്പോൾ പ്രഭുവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുക്കൽ വന്നു. പ്രഭുവിൻ്റെ സേവകർ പ്രഭുവിനോട് പറഞ്ഞു, അവൻ വന്നു. ഓടാൻ പോയവൻ, സ്ഥലം പിടിച്ചിടക്കാൻ പോയവൻ, അവൻ എസ്റ്റേറ്റുകളും കാടുകളും മേടുകളും എല്ലാം പിടിച്ചിടക്കി അവൻ വന്നു. പ്രഭു പറഞ്ഞു, നീ പോയി നോക്ക് അവൻ എത്ര സ്ഥലം വേണമെന്ന്. അവിടെ നോക്കുമ്പോൾ ഇവൻ മരിച്ചു കിടക്കുക. ഓടി 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 ഇവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, പ്രാണൻ നഷ്ടപ്പെട്ടു, മരിച്ചു കിടക്കുക. പ്രഭുവിൻ്റെ ഭൃത്യന്മാർ പറഞ്ഞു, ഇവൻ 6 അടി മണ്ണ് മതി. പ്രഭു പറഞ്ഞു, അവൻ 6 അടി മണ്ണ് കൊടുത്തേക്കാൻ പറഞ്ഞു. മുഴുവൻ വെട്ടിപ്പിടിക്കാൻ, ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി ഓടിയവനാണ്. ഒടുവിൽ അവന് മനസ്സിലായി അതൊന്നും അവൻ്റേതാകത്തില്ല. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന് വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് പാപം. ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നന്യപ്പെട്ടു പോയി. ദൈവത്തോടുള്ള ശത്രുത്വമാണ് പാപം. ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്നതാണ് പാപം. ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ
ദൈവപുത്രൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. അതാണ് യേശു ക്രിസ്തു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അവനെ പിടിച്ച് കെട്ടിയിരിക്കുന്ന പാപത്തിന്റെ പാശമാണ്. അവനെ വരിഞ്ഞു മുറുക്കി കെട്ടിരിക്കുകയാണ്, ചങ്ങലക്കെട്ടിട്ടിരിക്കുകയാണ്. അവൻ സാത്താന്റെ അടിമയാണ്. പാപത്തിന്റെ അധികാരി സാത്താനാണ്. സാത്താനായിരുന്നു മരണത്തിന്റെയും അധികാരി. എന്നാൽ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശു ബന്ധിച്ചു. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. യേശു ക്രിസ്തു ഭൂമിയിൽ ഇറങ്ങി വന്നത് നഷ്ടപ്പെട്ട മനുഷ്യരെ തെരഞ്ഞു വന്നതാണ്. ഒരു മതത്തിന് വേണ്ടി വന്നതല്ല, ഒരു സമുദായത്തിന് വേണ്ടി വന്നതല്ല, ഒരു ജാതിക്ക് വേണ്ടി വന്നതല്ല. ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഇറങ്ങി വന്ന രക്ഷകനാണ് യേശു ക്രിസ്തു. ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഈ വചനം പ്രസംഗിക്കുവാൻ യേശു ക്രിസ്തു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെയും വിളിച്ചു പറയുകയാണ്, ചാത്തങ്കര ദേശമേ മാനസാന്തരപ്പെടുക, ദൈവത്തിലേക്ക് മടങ്ങി വരിക. ദൈവം നിങ്ങളെ വിളിക്കുന്നു. ചൂട പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസമോ വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. വരുന്നുണ്ട് ഒരു ദിവസം. ദൈവത്തിന്റെ വിധിയുടെ ഒരു ദിവസം വരുന്നുണ്ട്. ഈ ലോകത്തെ മുഴുവൻ ചുട്ടുകരിക്കാൻ ആവശ്യമായ ആറ്റോമിക് ബോംബുകൾ റഷ്യയുടെ കയ്യിലും അമേരിക്കയുടെ കയ്യിലും ചൈനയുടെ കയ്യിലും മറ്റുപോലെ ആണവ ശക്തികളായിരിക്കുന്ന രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഭൂമിയെ 3 പ്രാവശ്യം ചുട്ടരിക്കാൻ ഇപ്പോഴത്തെ ഇത്രയും ആറ്റോമിക് പവർ മതി. ഒരു പ്രാവശ്യം ചുട്ടുകരിച്ച് പിന്നെയും ചുട്ടുകരിക്കണമെങ്കിൽ, അത് കഴിഞ്ഞ് 3ാമത് ചുട്ടുകരിക്കണമെങ്കിൽ അതിനുള്ള ആണവ വസ്തുക്കൾ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യരെ തന്നെ കൊല്ലാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും പേടിയാണ്. അമേരിക്കയ്ക്ക് പേടിയാണ്, റഷ്യക്ക് പേടിയാണ്, ചൈനയ്ക്ക് പേടിയാണ്. ഒരു തീപ്പരിവാറി വീണാൽ മതി, എല്ലാം ചുട്ടു ചാമ്പലാവും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അതാണ്, ചൂള കത്തുന്ന പോലെ ഈ ഭൂമി കത്തും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുന്നു, ആ ദിവസം വരുന്നു. അതിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്നു. ഇനി അധിക നാളുകളില്ല, കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിന്റെ കീഴിൽ ലോകോപശാന്തിയോടുകൂടെ ഉദിക്കും. നീതി സൂര്യൻ ഉദിക്കും. ആരാ നീതി സൂര്യൻ? സൂര്യൻ നമുക്കറിയാം. രാവിലെ ഉദിച്ച് വൈകിട്ട് അസ്തമിക്കുന്ന സൂര്യനെ അറിയാം. ഈ സൂര്യനെ 10,000 മടങ്ങ് ശക്തിയുള്ള
ഒരു സൂര്യൻ വരുന്നുണ്ട്, ആ നീതി സൂര്യൻ. ഈ നക്ഷത്രങ്ങളെല്ലാം സൂര്യന്മാരാണ്. ആകാശത്ത് കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും സൂര്യന്മാരാണ്. നമ്മുടെ സൂര്യൻ്റെ 100 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രമുണ്ട്, 1000 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രമുണ്ട്. ആൻഡേഴ്സ് എന്ന പേരുള്ള ഒരു നക്ഷത്രം 1,40,000 സൂര്യന്മാരുടെ വലിപ്പമുണ്ട്. അതിനെയെല്ലാം ജയിക്കുന്ന, അതിനെല്ലാം വിഴുങ്ങുന്ന, അതിനെല്ലാം വെല്ലുവിളിക്കുന്ന ഒരു സൂര്യനുണ്ട്. അതാണ് നീതി സൂര്യൻ. അവൻ ഉദിക്കും. ആർക്കു വേണ്ടി ഉദിക്കും? നിങ്ങളോ തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കളാക്കളെ പോലെ തുള്ളിച്ചാടും. അവന്റെ വരവെങ്കിൽ തുള്ളിച്ചാടുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അവൻ വന്നിരിക്കുന്നത്, അവൻ വരുന്നത്. സ്തോത്രം. അവരെ പ്രത്യാശയുള്ളവർ കൈയുയർത്തി സ്തോത്രം ചെയ്യാം. ലോകത്തിലെ നേട്ടങ്ങൾക്കൊന്നും അർത്ഥമില്ല. ഇവിടെ നമ്മൾ കേട്ടല്ലോ പത്രോസ് മീൻ പിടിക്കാൻ പോയ കാര്യം. പത്രോസ് മീൻ പിടിക്കാൻ പോയ കാര്യത്തിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. യേശുവിനോട് അവർ പറഞ്ഞു, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒരു മീനും കിട്ടിയില്ല. രാത്രി മുഴുവൻ. അവര് മത്സ്യത്തൊഴിലാളികളാണ്, കടലിൽ പണിയെടുക്കുന്നവരാണ്. ചില ദിവസം ഇങ്ങനെയാണ്, ഒറ്റ മീനും കിട്ടിയില്ല. യേശു പറഞ്ഞ ആഴത്തിലൊക്കെ എനിക്ക് വലയെറിയാൻ പറഞ്ഞു. വലയെറിഞ്ഞ പെരുത്ത മീൻകൂട്ടം ആ വലയിൽ കയറി, വലക്ക് കീറാറായി. എന്താ കാരണം? പത്രോസേ, പടക് നിന്റേതാ, വല നിന്റേതാ, മീൻ പിടിക്കാനുള്ള തൊഴിൽ നിനക്കറിയാം, പക്ഷേ കടൽ എന്റെയാ. ഈ ഗലീലക്കടൽ എന്റെയാ. ഇവിടെയുള്ള മത്സ്യങ്ങളെല്ലാം എന്റെയാ. എല്ലാ മത്സ്യങ്ങളെയും കർത്താവ് ശാസിച്ച് മാറ്റിയേക്കുമായിരുന്നു. രണ്ടാമത് ഇട്ട് കഴിയുമ്പോൾ ചെന്ന് കയറിക്കോളാൻ മത്സ്യങ്ങളോട് പറഞ്ഞു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവം നമുക്ക് അനുകൂലമുണ്ടെങ്കിൽ ലോകത്തിൽ ആർക്കും പ്രതികൂലം നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർത്തോണം, പടക് നിനക്കൊണ്ടായിരിക്കാം, വല നിനക്കൊണ്ടായിരിക്കാം, പക്ഷേ കടലിന്റെ ഉടമസ്ഥൻ വേറെയാണ്. അവനാണ് നിശ്ചയിക്കുന്നത്. അവനാണ് നിശ്ചയിക്കുന്നത് നിന്റെ ഉയർച്ച, നിന്റെ വരുമാനം, നിന്റെ പുരോഗതി, നിന്റെ നന്മ, നിന്റെ കുഞ്ഞുങ്ങളുടെ നന്മ. ഇതെല്ലാം അവനാണ് നിശ്ചയിക്കുന്നത്, അവനാണ് തീരുമാനിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കുന്ന ആളുകൾക്ക് ഒരു ദോഷവും വരത്തില്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കുന്ന ആളുകൾക്ക് വേണ്ടി ദൈവം നന്മ കരുതി വെച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും നന്മ നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നന്മ അനുഭവിപ്പാൻ കഴിയും. ദുഷ്ടപിശാച് നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുക. ദുഷ്ടപിശാച് നിങ്ങളെ തകർക്കാൻ നിൽക്കുക. ദുഷ്ടപിശാച് നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിൽക്കുക. ദുഷ്ടപിശാച് തീയമ്പുമായിട്ട് പോരാടാൻ നിൽക്കുക. അവന് തീയമ്പുകളെ കിടത്തിക്കളയാൻ വിശ്വാസത്തിൻ്റെ പരിചയം മതി. നിന്റെ അകത്ത് എൻ്റെ യേശു വലിയവനാണ് എന്ന് നീ വിശ്വസിച്ചാൽ ദുഷ്ടന്റെ സകല തീയമ്പുകളും കെട്ടുപോകും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് യേശു വലിയവനാണെന്ന്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏത് കൊടുമ്പാപിയും രക്ഷിപ്പാൻ യേശുവിന്റെ കഴിയും. നിങ്ങളുടെ വസ്ത്രം രക്താംബരം പോലെ കടുചുവപ്പാണെങ്കിലും, അന്നത്തെ ഏറ്റവും വില കൂടിയ വസ്ത്രമായിരുന്നു രക്താംബരം, ചുവന്ന വസ്ത്രം. അന്ന് കെമിക്കൽസ് ഇല്ല, കെമിക്കൽ ഫാക്ടറികളില്ല. ചുവന്ന പുഴുക്കൾ എന്നറിയപ്പെടുന്ന ഒരിനം പുഴുക്കളുണ്ട്. ആ പുഴുക്കൾ ആയിരക്കണക്കിന് പുഴുക്കൾ ഒന്നിച്ചൊരു ക്വാളിറ്റി ആയിട്ടിരിക്കും. ആ പുഴുക്കളെ കണ്ടുപിടിച്ച് അതിനെ പിടിച്ച് ഞെരിച്ചമർത്തിയെടുക്കുന്ന അതിൻ്റെ ചാറാണ് രക്താംബരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ.
അപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ ജീവിതത്തിൽ രക്താംബരം പോലെ കടുംചുവപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ, എന്താ ഹിമം? ഹിമം എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ആ മഞ്ഞുപാളികളാണ് ഹിമം. പൂവെള്ളയാണ്, കുമ്മായം വിരിച്ച പോലെ കിടക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കറകളെയും മാറ്റിക്കളയാൻ കഴിയും. നിന്റെ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളെയും മാറ്റിക്കളയാൻ കഴിയും. നിന്റെ എല്ലാ തകർച്ചകളെയും മാറ്റാൻ കഴിയും. നിന്റെ ജീവിതത്തെ പണിയുവാൻ, ഉദ്ധരിക്കുവാൻ യേശുവിനെ കഴിയത്തുള്ളൂ. അവൻ നല്ലവനാണ്, അവൻ അത്ഭുതവാനാണ്, അവൻ കൈപിടിച്ച് നടത്തുന്നവനാണ്. ഈ അനുഭവമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവര്. അനുഭവമുള്ളവരൊന്നും കൈയടിച്ച് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ അനുഭവ സാക്ഷ്യമാണ്. അന്ധനായ ഒരു മനുഷ്യന്റെ കണ്ണ് സുഖപ്പെടുത്തി കഴിഞ്ഞു. അവരോട് ചോദിച്ചാരാ നിന്റെ കണ്ണ് തുറന്നു? ഒന്ന് യേശു ആണെന്ന് പറഞ്ഞാൽ കൊല്ലാൻ തയ്യാറായിട്ടിരിക്കുക അവിടുത്തെ പരീക്ഷന്മാർ. അവനറിയത്തില്ല, അവൻ്റെ അപ്പനും അമ്മയ്ക്കും അറിയാം. അവരതുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾക്കറിയത്തില്ല, അവനോട് ചോദിക്കുക, അവൻ പ്രായമുള്ളവരില്ലേ? അവനോട് ചോദിച്ചപ്പോൾ അന്നേരം അവനറിയത്തില്ല. പിന്നെ യേശുവിനെ പള്ളി വെച്ച് കണ്ടപ്പോൾ യേശു പറഞ്ഞു, നീ അധികം പാപം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി യേശുവാ അവനെ കണ്ണു തുറന്ന. അവൻ പൈശ്വരന്മാരുടെ അടുത്ത്, ശത്രുക്കളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. അവരെല്ലാം കൂടെ യേശുവിനെ കൊന്നുകളയാനായിട്ട് തീരുമാനിച്ചു. ആത്മീയമായ അന്ധതയെ മാറ്റി നിന്റെ കണ്ണ് തുറക്കാൻ കഴിയുന്നവരാണ് യേശു. നീ തപ്പിത്തടഞ്ഞു നടക്കുകയാണ്. അന്ധന്മാർ ആനയെ കണ്ടതുപോലെയാണ്. രാത്രിയിൽ അന്ധന്മാര് ചെന്ന് ആന കിടക്കുന്നിടത്തിയിരുന്നു. കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തില്ലല്ലോ. അവർ തപ്പി നോക്കിയപ്പോൾ ഒരു അന്ധൻ ആനയുടെ കാല കണ്ടുപിടിച്ച്. അവൻ പറഞ്ഞു, ആന തൂണ് പോലെയാണ്. വേറെ ചെവിക്കാ പിടിച്ച്. അവൻ പറഞ്ഞു, അല്ല, മുറം പോലെയാണ്. ഓരോരുത്തരും അവരവർക്കെന്ന് മനസ്സിലായി ഏതാ പറയുന്നത്. കാരണം കണ്ണു തുറന്നിട്ടില്ല. ഇന്ന് ലോകം തപ്പിത്തടഞ്ഞു നടക്കുകയാണ്. ആരാണ് ദൈവം? എവിടെയാണ് ദൈവം? എങ്ങനെയാണ് മോശം? തപ്പിത്തടഞ്ഞു നടക്കുക. എന്നാൽ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അതിന് ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, ഭാഷാ വ്യത്യാസമില്ല. മനുഷ്യരെല്ലാം ഏകോദര സഹോദരങ്ങളാണ്. മനുഷ്യരെല്ലാം ആദാം എന്ന പിതാവിൽ നിന്ന് ജനിച്ചവരാണ്. ഈ മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു രക്ഷകനാണുള്ളത്. അവൻ്റെ പേരാണ് യേശു, നസറേയനായ യേശു. ഹല്ലേലൂയ. ഇന്ന് അവനെ ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. ഇവിടെ ഞങ്ങൾ അവരെ അറിയിക്കുകയാണ്. ഞങ്ങൾ അവനെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. ചാത്തുക്കരി ദേശമേ, ഒരു പ്രാവശ്യം കൂടെ രക്ഷകനായ യേശുവിനെ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു. മാടി വിളിക്കുന്നു, കർത്താവ് മാടി വിളിക്കുന്നു. യെരൂശലേമിലെ കാൽവറി മലയുടെ മുകളിൽ മരക്കുരിശിന്മേൽ തൂങ്ങിക്കിടന്ന് ഒരു പകൽ മുഴുവൻ, രാവിലെ 9 മണി മുതൽ ഉച്ചയൊഴിഞ്ഞ് 3 മണി വരെ തൂങ്ങിക്കിടന്ന് അവസാനത്തുള്ള രക്തവും ചിന്തി ജീവനെ വെച്ച് തന്ന യേശു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു. നമുക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. യേശു ക്രൂശിൽ മരിച്ചത് അവൻ്റെ ഭാഗത്ത് തെറ്റില്ല. അവനെ വിസ്തരിച്ച ജഡ്ജിമാരൊക്കെ പറഞ്ഞ്, ഈ മനുഷ്യന് ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല, ഇവനെ വിട്ടയക്കും. ആര് പറയുക? പീലാത്തോസ്. എന്നിട്ട് വെള്ളമെടുത്ത് കൈയൊഴുകുക. ഈ മനുഷ്യരുടെ കുറ്റവും ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് വിളിച്ചപ്പോൾ അവരെ പ്രസാദിപ്പിക്കാനായിട്ട്
അവനെ ക്രൂശിപ്പാൻ വിട്ടുകൊടുത്തു. ചരിത്രം എന്ത് പറയുന്നു? ചരിത്രം പറയുന്ന കുറെ കഴിഞ്ഞ് പീലാത്തോസിനെ ഗവർണർ സ്ഥാനത്തു നിന്ന് റോമൻ ഗവൺമെൻറ് പിരിച്ചുവിട്ടു. കാരണം ഭ്രാന്തുപോലായി. എവിടെ വെള്ളം കണ്ടാലും പോയി കൈ കഴുകുക. അത് നദിയുടെ തീരത്താണെങ്കിലും കായലിൻ്റെ തീരത്താണെങ്കിലും എവിടെയാണെങ്കിലും വെള്ളം കാണുമ്പോൾ കൈ കഴുകിക്കൊണ്ടിരിക്കും. അന്ന് കഴുകി തുടങ്ങിയതാണ്. ഭ്രാന്തായിപ്പോയി. അവൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നു. ഒരു ദൈവവിധനായി യെരുശലേമിലെ സഭയിലുണ്ടായിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ചുള്ള പാരമ്പര്യ കഥ പറയുന്നത്. കൈ കഴിയുകൊണ്ട് കാര്യമില്ല. അവനെ വിസ്തരിച്ചവർക്കെല്ലാം മനസ്സിലായി ഇവരിലൊരു കുറ്റവുമില്ല. അസൂയ കൊണ്ടാണ് മഹാപുരോഹിതന്മാർ ഇവനെ പിടിച്ച് കൊല്ലുവാൻ നോക്കുന്ന. അവർക്ക് അസൂയയാണ്. ജനമെല്ലാം അവൻ്റെ പുറകെ പോകുന്നു. തങ്ങളുടെ അധികാരത്തിനും സ്ഥാനത്തിനും കസേരയ്ക്കും വടിക്കും അംശവടികൾക്കും ഒന്നും അധികാരമില്ല. എല്ലാവരും യേശുവിൻ്റെ പുറകെ പോകുന്നു. അതുകൊണ്ട് അവനെ കൊല്ലണമെന്ന് അവർ തീരുമാനിച്ചു. പക്ഷെ ദൈവം തമ്പുരാൻ അതിനുവേണ്ടി അവനെ അയച്ചത് അവൻ്റെ ജീവൻ നമുക്ക് വേണ്ടി മറവിനെയായി തരുവാൻ, അവൻ നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ, അവൻ്റെ ശരീരം ഒരു യാഗമായിട്ട് അവൻ അർപ്പിച്ചു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് സ്നേഹിത നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനാണ്, നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനാണ്, നിങ്ങളെ വീണ്ടെടുക്കുവാനാണ് അവർ ക്രൂശിൽ മരിച്ചത്. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല, ഇല്ല, ഇല്ല. പ്രളയം തുറന്ന് യേശു രക്ഷിതാവായി സ്വീകരിക്കുക. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.